നമ്മൾ വിചാരിക്കും നമ്മൾ ജീവിക്കുന്നത് ഒരു ശരിയായ മാർഗത്തിലൂടെയാണെന്ന്. പ്രോവേർബ്സ് 14:12, സുഭാഷിതങ്ങൾ 14:12 വായിക്കാമോ? ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. നമ്മൾ ശരിയാണെന്ന് വിചാരിക്കും. ചിലപ്പോൾ എനിക്ക് ജീവിതത്തിന് ഒരു കുഴപ്പമില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് വിചാരിക്കും. നിരന്തരമായ അനുതാപത്തിലൂടെ കടന്നു പോകാത്തൊരു വ്യക്തി കർത്താവിൻ്റെ കൃപാവരത്തിൻ്റെ കീഴിൽ നിന്ന് മാറിപ്പോവും. നമുക്ക് പാപമില്ല എന്നൊരു ധാരണ അനേകം ആളുകളുടെ മനസ്സിലുണ്ട്. പാപമില്ല എന്ന് വായിക്കാം. 1 യോഹന്നാൻ 1-7 മുതലുള്ള തിരുവചനം. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യം ഇല്ലെന്ന് വരും. അതായത് നമുക്ക് പാപമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കുമ്പസാരിക്കാൻ ഒന്നുമില്ല, കുമ്പസാരക്കൂട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതായത് ഒരു പാപബോധവും ഇല്ല. ഒരു ദിവസം എത്ര പാപം ചെയ്യുന്നുണ്ടെന്ന് ശരിക്കും ആത്മശോധന ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പാപം ഇല്ലാഞ്ഞിട്ടല്ല, പാപം കണ്ടുപിടിക്കാത്തതാണ്, തിരിച്ചറിയാത്തതാണ്.